ഗുഡ് മോർണിംഗ്. എന്നെ കാണാണ്ടോന്ന് അറിയില്ല, കാരണം ഇപ്പോൾ സമയം 3 മണിയാണ്. ഞങ്ങൾ ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 4-4.5 മണിക്കൂർ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. കാലത്ത് ഇവിടുന്ന് ഗോതമ്പിൻ്റെ പായസം കിട്ടി. പിന്നെ ചൂടുവെള്ളം അത്യാവശ്യം ആക്കേണ്ടവർക്ക് ആക്കാം. പിന്നെ വലിയ ബാഗൊന്നും കൊണ്ടുപോകണ്ട. അത്യാവശ്യത്തിനുള്ള വെള്ളം, നട്ട്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് അങ്ങനെയുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക. ബാക്കിയുള്ള ലഗേജ് ടെൻറ്റിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കയറുമ്പോൾ കാണാം. ഓക്കെ. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കണല്ലോ. മാക്സിമം ഒരു അരമണിക്കൂർ കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്കിനി മുകളിലെത്തിട്ട് കാണാം. അപ്പോൾ ഇനി കുറച്ചുകൂടി ഉണ്ട്. അത്യാവശ്യം വെളിച്ചം വന്നു തുടങ്ങി. നമ്മുടെ ആൾക്കാർ അടിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഈ ടൈമിൽ തന്നെ വേറെ പാക്കേജുള്ളവരും വരുന്നുണ്ട്. അതിരിക്കുന്നവർ നമ്മുടെ ടീമാണ്, കയറി വരണവർ വേറെ ടീമാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ടോപ്പിലെത്തി. ഇതേപ്പോൾ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മ ഗൈഡ്. അടിയിൽ നിന്ന് മുകളിലേക്ക് കയറി വന്ന വഴികൾ നമ്മൾ പരമാവധി കണ്ടിട്ടില്ല. അത് പരമാവധി നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ എങ്ങനെ പോലും വീഡിയോ എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കയറുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് വെളിച്ചമില്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും പൂമ്പ് എടുക്കും. നമ്മ ചെന്നൈ മച്ചാൻ നമ്മ ടീം ഒറീസ ഗേൾ പ്രാജി. വാവ്, എന്നാ സ്റ്റിക്ക് പരമാവധി യൂസ് ചെയ്യണം. സ്റ്റിക്ക് ഇല്ലാണ്ട് മുകളിൽ കയറൽ റിസ്ക്കാണ്. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവരും കയറുന്നവരും പരമാവധി സ്റ്റിക്ക് ഉപയോഗിക്കുക. അപ്പം നമുക്ക് ടോപ്പിലത്തെ വ്യൂ കാണാം. നമ്മൾ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് ടോപ്പ്. വന്ന വഴി പൂമ്പ കാണിച്ചു തരാം. അടിപൊളിയാണ്, നൈസാണ്. നമ്മൾ നടക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണം. ഓൾറെഡി നടന്നു പോകാനുള്ള വഴിയുണ്ട്. ആ വഴിയിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നോക്കി വടി ഇത്രയുണ്ട്. മാക്സിമം ഒരു 5 അടി ഹൈറ്റ് ഉണ്ട്. വേണ്ട, ഇത്ര ഹൈറ്റ് ഉണ്ട്, താഴ്ചയുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ഓൾറെഡി നടന്നു പോയ വഴികളിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കുക. അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ആയിരിക്കാം, പക്ഷെ വെറുതെ റിസ്ക് എടുത്ത് വെറുതെ ഒരു ജീവിതം കളയാൻ നിൽക്കണ്ട. സൺറൈസ് കാണുകയാണെങ്കിൽ ഇങ്ങനെ സൺറൈസ് കാണണം. മുകളിൽ ആകാശം, കയ്യെത്തും ദൂരത്ത് ആകാശം, സൺറൈസ് കണ്ണിൽ. ഇപ്പം സമയം ഒരു 7:20 കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടി മുകളിലേക്ക് പോകാണ്ട്. ഇത്ര ദൂരം നടന്നു വന്നതിൻ്റെ ക്ഷീണവും വിഷമമൊക്കെ ഈ 1-1.5 സൂര്യോദയം കണ്ടപ്പോൾ തന്നെ
പോയി. അപ്പോൾ വളരെ സന്തോഷമായി. കാണുകയാണെങ്കിൽ ഇങ്ങനെ കാണണം സൂര്യോദയം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ സൂര്യോദയം കാണാൻ പറ്റുന്നത്. മുകളിലേക്ക് എത്താറായി. നമ്മ ചെന്നൈ മച്ചാനാണ്. ഇത് മുകളിലേക്കുള്ള വഴിയാണ്. പുറത്തേക്ക് പാറ തള്ളി നിൽക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലൂടെ വേണം നമുക്ക് മുകളിലേക്ക് വരാൻ. പരമാവധി നമ്മൾ സൂക്ഷിച്ച് വേണം മുകളിലേക്ക് കയറാൻ. കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. അവസാനം കേദർകന്ധ എന്ന ഹിമാലയത്തെ നമ്മൾ കീഴടക്കാണ് മക്കളെ. ഇത് കേദർകന്ധ സബ്മിലുള്ള ഒരു ശിവന്റെ ഒരു അമ്പലമാണ്. Okay, ready? 1, 2, 3, start. അങ്ങനെ കേദർകന്ധ ട്രക്കിങ് ഹിമാലയം ഇങ്ങനെ നമ്മളിങ്ങനെ കീഴടക്കാണ് മക്കളെ. കീഴടക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ തിരിച്ച് പോവാണ്. മുകളിൽ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി താഴെ കേദർകന്ധ ബേസ് ക്യാമ്പിൽ ലഞ്ച് 1 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ ഇതാണ് വഴി. ആരും കഴിയട്ടില്ലല്ലോ. പസങ്ങളാ സുമ്മാ കൈയാട്ട്. ഇതാണ് വഴി. ഈ വഴിയിലൂടെ വേണം പോവാൻ. ഫുള്ള് മഞ്ഞാണ്. ചിലർ സ്ലൈഡിങ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ ബേസ് ക്യാമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങും. നമുക്ക് സ്ലൈഡ് ചെയ്താലോ? അവിടെ സ്റ്റേ ചെയ്യും. അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ ഇന്ന് രാത്രി അവിടെയാണ് സ്റ്റേ ഇറക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നാളെ കാലത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ സാംഗ്രിയിലേക്ക് പോകും. എന്നിട്ട് സാംഗ്രിയിൽ നിന്ന് അവരെ വക വണ്ടിയിൽ നേരെ No problem, no problem. അയ്യാ കുഴി. മാറ്. ഇവിടെയാണ് കാലത്ത് പോണ സമയത്ത് ചായ കുടിക്കാൻ നിർത്തുന്നത്. അവിടെ ഒരു ചായക്കടയുണ്ട്. ഇവിടെ ചായക്കടയുണ്ട്. മാഗി ഉണ്ടാവും, ചായ ഉണ്ടാവും, ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാവും, ജ്യൂസ് ഉണ്ടാവും, ടൈഗർ ചെറിയ ബിസ്ക്കറ്റ് ഉണ്ടാവും. अरे यार मैं कब से कर रहा हूँ.
അപ്പോൾ തിരിച്ചു വരുമ്പോൾ ചായ കുടിക്കാൻ നിർത്തുകയാണ്. ബാക്കി ആൾക്കാർ ഇതേ വരുന്നു. മച്ചന്മാരെ ഇപ്പോൾ അർക്കോണത്തിലാണ്. ഇപ്പോൾ സമയം 7 മണിയായി. ഇന്നലത്തെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫോണും ക്യാമറയും ഓഫ് ആയതുകൊണ്ടാണ്. ഇനി ഇവിടുന്ന് നേരെ സാങ്ക്രിയിലേക്ക് പോകണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ.